ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ടർ തസ്തിക നിർണയം പൂർത്തിയായപ്പോൾ ജോലി നഷ്ടപ്പെട്ട അധ്യാപകർ. ആലപ്പുഴ ജില്ലയിൽ നിന്ന് മാത്രം 32 പേർ തസ്തിക നിർണയത്തിലൂടെ പുറത്തായിരിക്കുകയാണ്. LP സ്കൂൾ അധ്യാപകരാണ് ഒഴിവുകളില്ലാത്തതിനാൽ പുറത്താക്കപ്പെട്ടത്. നിലവിൽ ജോലി ചെയ്യുന്നവരിൽ ജൂനിയറായ അധ്യാപകരെയാണ് ചുമതലകളിൽ നിന്നും നീക്കം ചെയ്തത്. ജോലിക്കായി LP സ്കൂൾ അധ്യാപക ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്യുമ്പോഴാണ് നിലവിൽ ജോലിയുള്ളവർ പുറത്താക്കപ്പെടുന്നത്. പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ തീരുമാനം. ഗോപാൽ ശിലാസ് വിവരങ്ങളുമായി. ഗോപാൽ, ഇപ്പോൾ LP സ്കൂൾ അധ്യാപകരിൽ നിലവിൽ എത്ര പേരാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്? തസ്തിക നിർണയത്തിൽ സീനിയേഴ്സിന് മാത്രം ജോലി, ജൂനിയർ ആയവർക്ക് ജോലിയില്ല എന്ന് പറയുമ്പോൾ എത്ര പേരാണ് പുറത്തായിരിക്കുന്നത്? അതേ, സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് മാത്രം 32 അധ്യാപകർക്കാണ് തസ്തിക നിർണയം പൂർത്തിയായപ്പോൾ ജോലി നഷ്ടമായിട്ടുള്ളത്. 80 അധ്യാപകർ ഈ തസ്തിക നിർണയത്തിലൂടെ മൊത്തത്തിൽ ഒഴിവാക്കപ്പെടുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടു. പക്ഷേ അതിൽ 48 പേരെ പല ഇടങ്ങളിലായി ഉണ്ടായിരുന്ന ജില്ലയിലെ തന്നെ ഒഴിവുകളിൽ പുനർവിന്യസിക്കപ്പെട്ടു. അതിനുശേഷം ബാക്കി വന്ന 32 പേരാണ് ഇപ്പോൾ വഴിയാധാരമാകുന്ന ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നത്. ജില്ലയിൽ പുനർവിന്യസിക്കാൻ മറ്റ് തസ്തികകൾ ഇല്ലാത്തതിനാൽ ഇവരെ തൽക്കാലം ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യുന്നു എന്ന് കാട്ടിക്കൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഒഴിവുകൾ അവരും ഇല്ലാതെയാകുമ്പോൾ, തസ്തിക നിർണയം പൂർത്തിയാകുമ്പോൾ തസ്തിക ഇല്ലാത്ത ഘട്ടത്തിൽ അവരെ ഒന്നെങ്കിൽ പുനർവിന്യസിക്കുകയോ അല്ലെങ്കിൽ സൂപ്പർ ന്യൂമററി തസ്തികയായി നിലനിർത്തിക്കൊണ്ട് പിന്നീട് ഒഴിവ് വരുന്ന മുറയ്ക്ക് നിയമിക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ അസാധാരണമായ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഈ 32 അധ്യാപകർ എന്ത് ചെയ്യും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ലാത്തൊരു സ്ഥിതി ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ പ്രതിപക്ഷ അധ്യാപക സംഘങ്ങൾ അതീവ ഗൗരവത്തോടു കൂടിയാണ് സമീപിച്ചിരിക്കുന്നത്. കടുത്ത പ്രതിഷേധം സംഘടിപ്പിക്കാനും വിദ്യാഭ്യാസ മന്ത്രിക്ക് മുൻപിൽ തങ്ങളുടെ അതൃപ്തി രേഖപ്പെടുത്താനും അവർ തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള അധ്യാപകർ, അതായത് സർവീസിൽ കയറി വളരെ കുറച്ചു കാലമായിട്ടുള്ള അധ്യാപകരെയാണ് ഈ ഘട്ടത്തിൽ ആ കാലക്രമേണ അനുസരിച്ച് അല്ലെങ്കിൽ ആ സമയപരിധി അനുസരിച്ച് ഇവിടെ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഇവരുടെ അധ്യാപകരുടെ മറ്റു ജില്ലകളിലുള്ള അധ്യാപകരുടെ ആശങ്ക എന്ന് പറയുന്നത് ആലപ്പുഴയിൽ ഈ കണക്ക് വന്ന സ്ഥിതിക്ക് ഇനി 13 ജില്ലകളിൽ നിന്നുള്ള കണക്കുകൾ വരാൻ ബാക്കിയുണ്ട്. അത്തരത്തിൽ മറ്റു ജില്ലകളിൽ നിന്നും ഇത്തരം ഒഴിവുകൾ ഇല്ലാത്ത സ്ഥിതി ഉണ്ടാവുകയും അധ്യാപകർ ഒഴിവാക്കപ്പെടുമോ എന്ന ഒരു ആശങ്കയും ഭയവും കൂടി ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുൻപിൽ മുട്ടുകുത്തി പ്രതിഷേധവും മണ്ണുതിന്ന് പ്രതിഷേധവും അടക്കം LP-ST ഉദ്യോഗാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഘട്ടത്തിലാണ് നിലവിൽ പരീക്ഷ എഴുതി പാസ്സായി ജോലിക്ക് കയറിയ ഉദ്യോഗാർത്ഥികളുടെ ജോലി തന്നെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. സ്മൃതി. ശരി, ഗോപാൽ ശിലാസനാണ് വിവരങ്ങൾ നൽകിയത്.